നമസ്കാരം, എല്ലാവർക്കും സതൻ മനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഞാനിന്നൊരു ബാച്ചിലർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പൊട്ടറ്റോ മസാല. പൊട്ടറ്റോ മസാല നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ പൂരിയിലൊക്കെ കൂടെ കഴിക്കുന്ന യെല്ലോ കളറിലുള്ള മസാല, അതായത് സ്പൈസി ഇല്ലാത്തത്. ഇത് ഞാനൊരു സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ, അതായത് സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ വലിപ്പമുള്ള 3 പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടിക്കാൻ കിട്ടുമില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, പിന്നെ മല്ലിയില ഒരു പിടി വേണം, പിന്നെ ഒരു സവാളയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിപ്പമുള്ള സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിപ്പമുള്ള നല്ല എരിവുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടാക്കുക. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താളിക്കുന്നത് പെരുംജീരകം അല്ലെങ്കിൽ കടുക് താളിച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ പെരുംജീരകം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 ചെറിയ കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരണം. അപ്പോൾ കടുകാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമലി കടുകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഇടാവുന്നതാണ്. ഇപ്പം ഞാനൊരു ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള, അതായത് ഒരു ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ചിക്കൻ കറിയുടെ പോലെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെരുംജീരകവും പട്ടയും താളിച്ചിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ബാക്കി എല്ലാ പ്രൊസീജിയറും അതേപോലെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മസാല ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള നീളത്തിൽ അരിയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സവാളയൊക്കെ അതുപോലെ അങ്ങ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ചെയ്യുവാണെങ്കിൽ അത് ഇത്തിരി കൂടി ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ സവാള ഒന്ന് വഴറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 രീതിയിൽ താളിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ രീതിയിൽ താളിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പൊട്ടറ്റോ മസാല നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം
ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവും, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് പൊടികളൊക്കെ കരിഞ്ഞു പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഈ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റണം. ഇതുപോലെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടെ തിക്നെസ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി വേവിച്ച ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് അതായത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നമ്മൾ അടച്ച് വേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലിയൊക്കെ തീർക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കുക്കറിൽ ഈ ഉരുളക്കിഴങ്ങ് മുങ്ങി നിൽക്കുന്നതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തൊലിയൊക്കെ തനിയെ അങ്ങ് വന്നോളും. നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇപ്പം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ മസാലയൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കൊന്ന് പിടിക്കണം, ഉപ്പ് മസാലയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവിക്കുന്നതിന് മുമ്പേ നമുക്കിതിനകത്തേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതും സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അത് ചോറിൻ്റെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യുക മാത്രമല്ല, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റ്സ് താഴെ അറിയിക്കുക.
അപ്പോൾ ചാനൽ സത്താൻമാനം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്